ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി, ഒന്നും ഉണ്ടായിട്ടില്ല. സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിട്ട് ആകെ ബിസിയായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. ഇനി ലഞ്ചിൻ്റെ പരിപാടിയാണ് നോക്കാനുള്ളത്. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് അധിക ദിവസങ്ങളിലും വിറകടുപ്പിലും വെക്കാറുണ്ട്. ഇന്ന് എനിക്ക് നേരം വൈകിയാണ്, അപ്പം ഞാനത് ഗ്യാസിൽ വെക്കുകയാണ്. കറി കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിക്ക് അതുപോലെ തന്നെ കേബേജാണ്, പിന്നെ മീനും. അപ്പം തലേ ദിവസം തന്നെ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കേബേജും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇത് മൂന്നും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. കുമ്പളങ്ങ അങ്ങനെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കുമ്പളങ്ങ കറിയാണ്. പരിപ്പും കുമ്പളങ്ങയും കൂടെ ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ കറിക്കുള്ള തക്കാളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളകേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 പച്ചമുളക് കേബേജിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. കുക്കറിൽ പരിപ്പൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഞാൻ പരിപ്പ് മാത്രം ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം വാങ്ങിയ പരിപ്പ് അങ്ങനെ പരിപ്പ് നമ്മൾ സാമ്പാറിലൊക്കെ ആദ്യം ഇട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വെന്ത് കിട്ടാൻ നല്ല പണി. അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കുമ്പോൾ ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യാറുള്ളത്. അങ്ങനെ പരിപ്പൊന്ന് 2-3 വിസിലടിപ്പിച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഈ ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ടാവുമല്ലോ, ആ ചൂടുവെള്ളത്തിലും കൂടി ഒന്നും കൂടെ കഴുകിയെടുക്കും. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിപ്പിൻ്റെ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് വേണം തുറക്കാൻ. അപ്പോഴേക്കും തന്നെ കൗണ്ടർ ടോപ്പുമ്മ ഞാൻ ഉപ്പ് വെക്കണ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നല്ല ഒരു പേപ്പർ വിരിച്ച് കൊടുക്കുകയാണ്. ഭരണി അതിൻ്റെ പുറംഭാഗം നന്നായിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പൊടിയുപ്പും അതുപോലെ തന്നെ കല്ലുപ്പുമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അടിഭാഗത്തും തന്നെ 2 ഗ്ലാസ് ജാറാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഒന്നിൽ നാരങ്ങയാണ്. നമ്മൾ നാരങ്ങ വെള്ളം ലൈം ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങൻ്റെ തൊണ്ടാണ് ഒരു ഡബ്ബയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റേത് കൊടുമ്പുളിയാണ്. ഇനി അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഒരു കുപ്പിയിൽ സൺഫ്ലവർ ഓയിലും ഒന്നിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഡബ്ബയിൽ ഓയിൽ, പിന്നെ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ വെക്കാറുള്ളത്. അങ്ങനെ ആ ഭാഗം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ പ്രഷർ കുക്കറിൽ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് കട്ട് ചെയ്ത കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഇതാ ചോറ് തിളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ പരന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയും ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള തേങ്ങയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഒരു തേങ്ങയാണ് ഞാനിവിടെ ചിരവി എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ലേശം കേബേജിലേക്ക് മാറ്റി വെക്കുകയാണ്. ആദ്യം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കുമ്പളങ്ങയിലേക്ക് എടുക്കുന്നത്. കുമ്പളങ്ങയിലേക്കുള്ള തേങ്ങയിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകവും ഒരു ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കുമ്പളങ്ങ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങയൊന്ന് അരച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടാനുണ്ട്. കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ആ പാൻ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഇനി കാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടൊരു കാബേജ് ഉപ്പേരിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാറുള്ളത്. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച കാബേജ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. കേബേജ് നന്നായിട്ട് വേവുന്നത് എനിക്കിഷ്ടമല്ല. ഞാനൊരു 1/2 വേവ് കേബേജ് വേവിക്കാറുള്ളൂ. അത് അങ്ങനെ പകുതി വേവാകുമ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കേബേജ് ഉപ്പേരി വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് ചെയ്യട്ടെ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീനൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ്. മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചോറും ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അനുമോള് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാറാണ്. ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഹൈസ്കൂള്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്നും ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഇതിലേക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന കൈപ്പക്കുപ്പേരി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടിയിട്ട് അവൾ ചോറ് കഴിച്ച് പോയി. പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അജുവും അതേപോലെ നുസഹയും കൃത്യം 4:30 മണിയാവുമ്പോൾ വീട്ടിലെത്തും. മറ്റുള്ളവരെല്ലാവരും കുറച്ചും കൂടി വൈകിട്ടേ വരുള്ളൂ. അഭിനെ 4:45 സ്കൂൾ വിടുള്ളൂ. അവനിവിടെ എത്തുമ്പോഴേക്കും 5 മണി 5:30 ആവും. പിന്നെ അനുമോള് അവൾക്ക് ചിലപ്പം ഈവനിങ് ക്ലാസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവൾ ഫുട്ബോൾ കളിക്കാൻ പോവും. അതേപോലെ തന്നെ ഷിനും
വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ടും പോവും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ 5-5:30-6 മണിയൊക്കെ ആവും. അപ്പോൾ നല്ല വിശന്നിട്ടേക്കാരം വരിക. അപ്പോൾ ലേശം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതേറ്റവും ആദ്യം ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. ബ്രെഡായിട്ടും ഒരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. കാബേജ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഇത് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ്. പിന്നെ ഒരു മല്ലിയില ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലേശം ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മുട്ട വെച്ചിട്ട് മയോണീസ് അടിച്ചെടുത്തിട്ടുണ്ട്. ആ മയോണീസും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൽ ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ വെജിറ്റബിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ചിക്കന് ചേർത്തിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണെങ്കിലും നല്ല ഇഷ്ടമാണ്. ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിലും എല്ലാവരും കഴിക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ഈ സാൻഡ്വിച്ച് മേക്കറിൽ 2 ഒപ്പം വെക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ 2 വീതമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടായാലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ സാൻഡ്വിച്ച് മേക്കർ കുറേ പഴക്കമുള്ളതാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഇതിൻ്റെ വലുതൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. നുസും അജുവും സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കുള്ള ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും സാൻഡ്വിച്ചും ആയി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. കുട്ടികൾ 2 പേരും പിന്നെ ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇനി മറ്റ് കുട്ടികൾ വരുമ്പോഴേക്കും സമയം കുറേ ആവും. അപ്പോഴും അവർക്കുള്ളത് അപ്പം തന്നെ ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്.